രായൻ ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണാത്തതുകൊണ്ട് എന്തെങ്കിലും ഫാക്ടർ മിസ്സായെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. OTT കണ്ടപ്പം ഓക്കെ OTT കാണാനുള്ള സിനിമ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത്. ആമസോൺ പ്രൈമിൽ സിനിമ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തമിഴിൽ കണ്ട് ക്രിഞ്ചടിച്ചിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. പ്രത്യേകിച്ചൊരു പുതുമയുള്ള സ്റ്റോറി അല്ലെങ്കിൽ അങ്ങനെ ഇതുവരെ കാണാത്ത സ്റ്റോറി ട്വിസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ കുറേ അധികം ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റോറീസ് കണ്ടിട്ടുള്ളത് പോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് വൈസും പിന്നെ ധനുഷ് എന്ന് പറയുന്ന നടൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസുമാണ് ഈ ഒരു സിനിമ കാണാനായിട്ട് നമുക്ക് കണ്ടിരിക്കാനായിട്ടുള്ളൊരു സാധനം തരുന്നത്. പിന്നെ ഈ ഒരു സിനിമ ധനുഷിൻ്റെ 50ാമത്തെ സിനിമയാണ്. അതേപോലെ തന്നെ ധനുഷ് ഡയറക്ടറായിട്ടുള്ള ഡെബ്യൂ സിനിമയാണ്. ധനുഷ് തന്നെയാണ് റൈറ്റ് ചെയ്തിട്ടുള്ളതും ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതും. AR റഹ്മാനാണ് മ്യൂസിക്. ഇതിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയുകയാണെങ്കിലുണ്ടെങ്കിൽ ദുഷ്ര വിജയൻ്റെ പെർഫോമൻസ് പ്രത്യേകം എടുത്ത് പറയണം. പിന്നെ ധനുഷിൻ്റെ പ്രത്യേകിച്ച് വയലൻ്റാണ്, ഭയങ്കര വയലൻസ് ഉള്ളൊരു സിനിമയാണ്. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു 10-15 ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ധനുഷ് അങ്ങ് വയലൻ്റ് ആകുകയാണ്. ഭയങ്കര രീതിയിൽ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ. പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് തരുന്നത് ഭയങ്കര ഇതാണ്. കാരണം വെറുതെ വന്ന് സ്ക്രീനിൽ ഇങ്ങനെ നിന്ന് ആ ഒരു ലുക്ക് കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ആക്ഷൻ സീക്വൻസുകളും ഫോർമാറ്റുകളും ഷോട്ടുകളൊക്കെ വേറെ ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ സ്റ്റോറി ഞാൻ ഈ പറഞ്ഞ പോലെ ക്രിഞ്ചാണെങ്കിലും ഇതിൻ്റെ മേക്കിംഗ് ആണ് ഈ ഒരു സിനിമ ആക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ള പോലത്തെ ഒരു സിനിമയായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് ബോറടിച്ചാൽ ഒരു റിപ്പീറ്റേഷൻ പാറ്റേണൊക്കെ വന്നിട്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ മേക്കിംഗ് വൈസ് ഭയങ്കര രസമാണ്. ഭയങ്കര രസം. കുറേ ഇരുട്ടുള്ള ഷോട്ടുകളുണ്ട്, പ്രത്യേകിച്ച് നൈറ്റ് ഫൈറ്റ് സീനുകളൊക്കെ. ധനുഷ് ചുമ്മാ വന്ന് ഇന്ന് ആറാടുകയാണ്. പുള്ളി തന്നെ വന്ന് മറ്റേ ക്യാമറയുടെ ഫ്രണ്ടിൽ ബാക്കിൽ നിന്നിട്ട് ആക്ഷൻ പറയുന്നിട്ട് ഓടിപ്പോയി ഫ്രണ്ടിൽ നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പാണ്. കാരണം അത്രയ്ക്കും പെർഫോം ചെയ്തിട്ടുണ്ട് ധനുഷ് എന്ന് പറയുന്ന ആക്ടർ. എന്താണ് ഫുൾ എഫേർട്ട് ഇട്ടത്. അതുപോലെ ദുഷ്ര വിജയൻ അവരനിയത്തിയായിട്ടുള്ള ദുർഗ എന്നുള്ള ക്യാരക്ടറായിട്ടും ഇജാതി പെർഫോമൻസ്. അത് ട്രാൻസ്ലേഷൻ സീനൊക്കെ ഉണ്ട്. കൊച്ചങ്ങ് മറ്റേ ഒരു പാവം അനിയത്തിയിൽ നിന്നുള്ള ആ ഒരു ട്രാൻസിഷനൊക്കെ വേറെ ലെവലാണ്. പിന്നെ ഇതിനകത്ത് സെയ്തു എന്നുള്ള ക്യാരക്ടർ SJ സൂര്യക്കൊന്നും എനിക്കൊന്ന് പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു വില്ലനൊന്നും അങ്ങനെ അത്രയും പെർഫോം ചെയ്യാനായിട്ടുള്ളൊരു സാധനമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഭയങ്കര പെർഫോമൻസിനായിട്ടുള്ളതൊന്നുമില്ല. പക്ഷെ ഉള്ളത് SJ സൂര്യ നമുക്കറിയാം എന്ത് ക്യാരക്ടർ കൊടുത്താലും പുള്ളി ചെയ്യും. പിന്നെ കാളിദാസ് ജയറാം അനിയനായിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. കാളിദാസനൊക്കെ ആ ഒരു ലെവലിൽ കൂടുതൽ പെർഫോം ചെയ്യാനായിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു എക്സ്ട്രീം പെർഫോമൻസ് ചെയ്യാനായിട്ടുള്ള ധനുഷ് അവിടെ നിൽക്കുന്നു. ആ ഒരു രായൻ കർത്തവരായൻ എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ നിൽക്കുന്നതുകൊണ്ട് ദുർഗ എന്ന് പറയുന്ന ക്യാരക്ടർ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഈ രണ്ടനിയന്മാർക്കും പെർഫോം ചെയ്യാനായിട്ടുള്ള സാധനമില്ല. ഇതിൻ്റെ സ്റ്റോറിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി കാണാറുള്ള ഒരു ഫാമിലി 4 പേര്, അതിൽ 2 അനിയന്മാരും 1 അനിയത്തി. മൂത്ത ആൾ ചേട്ടൻ, പുള്ളിയാണ് ഈ ഫാമിലിയെ കൊണ്ടുവന്നത്. അമ്മയും അച്ഛനും ഇല്ലാത്ത ഫാമിലി. പുള്ളി ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നു. അവസാനം അനിയന്മാരൊരു സിറ്റുവേഷൻ ആകുമ്പോൾ ചതിക്കുന്നു, ബാക്ക് സ്റ്റാബ് ചെയ്യുന്നു ചേട്ടനെ. അനിയത്തി ചേട്ടൻ്റെ കൂടെ നിൽക്കുന്നു. എന്നിട്ട് ആ ഒരു സാധനങ്ങളൊക്കെയാണ് ഇതിനകത്ത്. ആ ഒരു 2 ക്യാരക്ടർ തമ്മിലുള്ളൊരു ലിങ്ക്, അതായത് ഈ രായൻ എന്ന് പറയുന്ന ക്യാരക്ടറും ദുർഗ എന്ന് പറയുന്ന ക്യാരക്ടറുള്ളൊരു കണക്ഷനും, ആ ഒരു ക്യാരക്ടർ ദുർഗയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് രായൻ എന്ത് ലെവൽ വരെയും പോകും എന്നുള്ള സാധനങ്ങളൊക്കെ വേറെ ലെവലാണ്. പ്രത്യേകിച്ചും ഈ ദുർഗ എന്ന് പറയുന്ന ക്യാരക്ടർ ഇങ്ങനൊരു ചേഞ്ച് വരും അല്ലെങ്കിൽ ഒരു ഭയങ്കര വയലൻ്റ് ആകും എന്ന് നമ്മൾ ആദ്യം വിചാരിക്കില്ല. അവസാനം ഈവൻ സ്പോയിലറാണിത് എങ്കിലും ഞാൻ പറയാം, അവസാനം ഈ അനിയന്മാരിൽ ഒരാളെ, അതായത് ചേട്ടനെ കുത്തിയ അനിയന്മാരിൽ ഒരാളെ കുത്തുന്നൊരു സീനുണ്ട്. അതും നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് ചോദിക്കും, ചേട്ടനെ നീ ഇങ്ങനെയാണ് കുത്തിയെന്ന് തിരിച്ചു കുത്തുന്ന സീനുണ്ട്. അതൊക്കെ ഗംഭീര സാധനമാണ്. പിന്നെ ഇതിനകത്ത് പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഭയങ്കര രസമാണ്. പ്രത്യേകിച്ച് ധനുഷിനും ദുർഗയ്ക്കുമാണ് ഇതിനകത്ത് പെർഫോം ചെയ്യാനായിട്ട് ഭയങ്കര ഒരു സ്കോപ്പ് കൊടുത്തിട്ടുള്ളത്. ഈ 2 ക്യാരക്ടർ പെർഫോം ചെയ്യുക, ബാക്കിയുള്ളൊരു സൈഡിൽ മാറുന്നത് എനിക്ക് അങ്ങനെയാണ് കണ്ടപ്പോൾ തോന്നിയത്. ഈ 2 ക്യാരക്ടറിന് പെർഫോം ചെയ്യാനായിട്ട് ഭയങ്കര സ്കോപ്പുള്ളൊരു ഭയങ്കര വൈഡ് ഫ്രെയിമാണ് ഇവർക്ക് രണ്ടുപേർക്കും പെർഫോം ചെയ്യുക. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ ധനുഷ് അങ്ങ് ആറാടുകയാണ്. കാരണം ആക്ഷൻ പറയാൻ പുള്ളി അങ്ങ് ചെയ്യും. പുള്ളി ഫൈറ്റോട് ഫൈറ്റാണ്. പ്രത്യേകിച്ച് മറ്റേ ഒരു ആണി പോലുള്ള സാധനം, നമ്മുടെ എന്താണ് ഇപ്പോൾ പറയുന്നത്, ഈ പഞ്ചറൊക്കെ കുത്തുന്ന സാധനം, അത് വെച്ചിട്ട് അങ്ങ് കൊടുക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് കൊന്നങ്ങ് പോവുകയാണ്. അത്രയ്ക്ക് വയലൻറ്റും ബ്ലഡ് ഷെഡും ഉള്ള സിനിമയാണ്. ഇതിൻ്റെ സ്റ്റോറിയിൽ കുറച്ച് താഴോട്ട് പോയിട്ടുണ്ടെങ്കിലും സിനിമ ഈ ഒരു പെർഫോമൻസ് വൈസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് പ്രത്യേകിച്ച് എനിക്ക് വലിയ മാറ്റം OTT കണ്ടുകൊണ്ട് ഒന്നും ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. അതായത് നമ്മൾ തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ ഒരു സൂപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു 1 ടൈം വാച്ചബിൾ സിനിമയായിട്ടാണ് എനിക്ക് രായൻ കണ്ടപ്പോൾ തോന്നിയത്. ധനുഷിൻ്റെ ഫസ്റ്റ് സിനിമയാണ്. ഡയറക്ടർ വൈസ് എനിക്ക് തോന്നുന്നു ധനുഷ് നല്ലൊരു ഡയറക്ടറാകും. പക്ഷേ സ്റ്റോറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ
സ്റ്റോറി അത്ര പോരാ എന്നാണ് ഇത് എനിക്ക് തോന്നിയത്. ഇനി അറിയില്ല, ഇനി പലർക്കും പലതായിരിക്കുമല്ലോ തോന്നുന്നത്. അപ്പം ഇത്രയാണ് രായൻ ഞാൻ OTT കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, പ്രത്യേകിച്ച് തിയേറ്ററിൽ കണ്ടവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലാണ്. അതുവരെ ബൈ.